നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. കാൽക്കുലേറ്റ് ദ മൊമെൻറ്റം ഓഫ് ഇനർഷ്യ ഓഫ് ടി സെക്ഷൻ ഷോൺ ഫിഗർ അബൌട്ട് ദ സെൻട്രോയിഡ് ഓഫ് ആക്സിസ്. ആൾസോ ഫൈൻഡ് ഔട്ട് ദ പോളാർ മൊമെൻറ്റം ഓഫ് ഇനർഷ്യ ആൻഡ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ടി ഷേപ്പോ എൽ ഷേപ്പോ ഐ ഷേപ്പോ മൂന്നാമത്തെ മുടിവിന്. ഫസ്റ്റ് എന്ത് ചെയ്യാന്നറിയോ, ഈ ഫിഗർ നിങ്ങൾ വരയ്ക്കുക. ഈ ഫിഗർ വരച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. അല്ല, ടി സെക്ഷൻ്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ട് പാർട്ടാക്കി എടുത്തൂടെ. ഇവിടുന്ന് ഇങ്ങനെ ഒരു പാർട്ട്, ഇവിടുന്ന് ഇങ്ങനെ മറ്റൊരു പാർട്ട്. ഓക്കെ അല്ലേ? ഇതിൻ്റെ ഓരോന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഫസ്റ്റ് വൈ ആക്സിസ് ഇങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ച്, എക്സ് ആക്സിസ് ഞാൻ ഇങ്ങനെയാണ് വരച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ എക്സ് എന്ന് പറയുന്നത് എന്താക്കിയെടുത്തു നമ്മൾ, എക്സ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് 0 ആക്കി എടുത്തു. ഫസ്റ്റ് എല്ലാ പ്രോബ്ലത്തിലും നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഐ ഷേപ്പ് ഉണ്ട് എന്ന് വിചാരിച്ചോളി. ഐ ഷേപ്പ് ആയാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി, വൈ ആക്സിസ് ഇങ്ങനെ വരച്ചു, എക്സ് ആക്സിസ് താഴെ കൊടുക്കുക. അഥവാ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ എക്സ് ഡാഷ് എന്ന് പറയുന്നത് 0 ആക്കി എടുക്കുകയാണ്. എക്സ് ആക്സിസ് ഫസ്റ്റ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഇങ്ങനത്തെ ഏത് പ്രോബ്ലം വന്നാലും ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്, എക്സ് നമ്മൾ 0 ആക്കി എടുത്തു. സ്റ്റെപ്പ് 2 വരുന്നുണ്ട് വൈ ഡാഷ് കാണണം. വൈ ഡാഷ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. A1 ഇവിടെ എത്ര, ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമ്മളിത് രണ്ട് പാർട്ടാക്കി എടുത്തു. ഞാൻ ഇതിന് മൊത്തത്തിൽ A1 എന്നും പറയും, ഇതിന് മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്തു A2 എന്നും പറഞ്ഞു. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്ന് ഇവിടെ എത്ര എണ്ണം ഉണ്ട്, അപ്പോൾ A1 A2 ഇത് A3 മൂന്നെണ്ണം വന്നില്ലേ. അടുത്തുനിന്ന് എപ്പോഴും തുടങ്ങിയാൽ മതി, മേലെ നിന്ന് തുടങ്ങണ്ട. ഫസ്റ്റ് A1 A2 A3. ഇനിയിപ്പോൾ എല്ലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറി വരിക, ഈ ഒരു ഷേപ്പും ഈ ഒരു ഷേപ്പും. അപ്പോൾ ഇത് A1 ഇത് A2. ഇതാ വൈൻ്റെ ഇക്വേഷൻ ആട്ടോ. A1 Y1 പ്ലസ് A2 Y2 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ A. ഇനിയിപ്പോൾ അതേപോലെ ഇവിടെയാണെന്നുണ്ടെങ്കിലോ വൈൻ്റെ ഇക്വേഷൻ എങ്ങനെ കയറാം, വൈ ഡാഷ് ഈക്വൽ ടു A1 Y1 പ്ലസ് A2 Y2 പ്ലസ് A3 Y3 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ. ഇവിടെ മൂന്നെണ്ണം വരാനുള്ള കാരണം 3 സെക്ഷനുള്ളതുകൊണ്ടാണ്. ഇവിടെ 2 സെക്ഷനുള്ളത്, അതുകൊണ്ടാണ് A1 Y1 മാത്രം എടുത്തത്. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ A1 കാണാനുള്ള ഇക്വേഷനാണ് ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത്. ഇവിടെ A1 എന്ന് പറഞ്ഞാൽ ഈ സാധനമല്ലേ, ഇതിൻ്റെ ബ്രെഡ്ത്ത് 20 അല്ലേ, ഡെപ്ത്ത് എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ 20 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 2000 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തത് എന്താ, Y1 കാണണം. Y1 കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ Y1 എന്ന് പറഞ്ഞാൽ ഓക്കെ, Y1 നമ്മൾ പറയണത് എന്താ പറയുക, ഡെപ്ത്ത് ഡിവൈഡ് ബൈ 2 ആണ്. അഥവാ ഇത് നമ്മൾ A1 ആക്കി എടുത്തു, ഇത് നമ്മൾ A2 ആക്കി എടുത്തു. ഈ A1ൻ്റെ ഡെപ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഇതല്ലേ ഈ 100, അതിൻ്റെ പകുതി. അപ്പോൾ ഇവിടെ എത്ര വരിക, 50 അല്ലേ വരിക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇവിടെ ഇത് നോക്ക്, ഡെപ്ത്ത് ഡിവൈഡ് ബൈ 2 അഥവാ 100 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 50 എന്ന് കിട്ടി. ഞാൻ അടുത്ത് Y2ക്ക് വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഇനി അടുത്ത് ഞാൻ A2 കണ്ടുപിടിച്ചാണ്. A2 എന്ന് പറയുമ്പോൾ ഈ സെക്ഷനാണ് വരുന്നത്. A1ൻ്റെ ഇക്വേഷൻ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത്, അത് ഇതിൻ്റെ നമ്മൾ എടുത്തു. ഇനി A2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത് ചെയ്യുക. ബ്രെഡ്ത്ത് എത്ര, 80 ഇൻറ്റു ഡെപ്ത്ത് പറയുമ്പോൾ ഇവിടെ നിന്നിട്ട് ഡെപ്ത്ത് 20. അപ്പോൾ എത്ര വരും, 1600 എന്ന് അത് കിട്ടി. അപ്പോൾ ഇതിൽ ഇനി Y2 കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തത്, ഇതിൻ്റെ പകുതി എടുത്തു. ഇനി നമ്മൾ Y2 ആണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ Y2 ആണ് കണ്ടത്. ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ ഇതിൻ്റെ പകുതി എടുത്ത് ഇവിടെ 50. അപ്പോൾ ഞാൻ അടുത്തത് ഏതിൻ്റെ പകുതി എടുക്കേണ്ടി, ഇതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. ഇങ്ങനെ പകുതി എടുത്തു. ഇവിടെ ടോട്ടൽ നമുക്ക് തന്നിട്ട് 20 ആണ്. അപ്പോൾ ഇതിൻ്റെ പകുതി വരുമ്പോൾ 10 ആണ്. ഈ 10 മാത്രം എഴുതിയാൽ പോരാ, പ്ലസ് ഏതും കൂടി എഴുതണം, ഇവിടെ ഉള്ള 100 ഇല്ലേ അതും കൂടി എഴുതണം. അപ്പോൾ 110 എന്നാണ് എന്ത് വരിക, Y2 വരിക. ഇപ്പോൾ ഇതേ സാധനം ഞാൻ ഐ ഷേപ്പിൽ ഇവിടെ കാണിച്ചു തരാം. ഇത് ഇപ്പോൾ ഐ ഷേപ്പാണ്. ഇവിടെ ഡെപ്ത്ത് 20, ഇവിടെ ഡെപ്ത്ത് 100, ഇവിടെ ഡെപ്ത്ത് 200. ഇത് A1 A2 A3. ഇതിൽ ഞാൻ Y1 എങ്ങനെ കാണാം, ഡെപ്ത്ത് ഡിവൈഡ് ബൈ 2. ഓക്കെ അല്ലേ? ഈ ഫസ്റ്റത്തിൻ്റെ ഡെപ്ത്ത് 20 ആണ്. 20 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 10 എന്ന് കിട്ടും. ഇനി അടുത്തത് Y2 ആണ്. Y2 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ രണ്ടാമത്തീൻ്റെ പകുതി. അപ്പോൾ 100ൻ്റെ പകുതി 50 പ്ലസ് എന്തും കൂടി ഉണ്ട്, ഇവിടുത്തെ 20. അപ്പോൾ 50 പ്ലസ് 20. ഇനിയിപ്പോൾ നിങ്ങൾ Y3 ആണ് കാണുന്നുണ്ടെങ്കിലോ,
ഇതിൻ്റെ പകുതി. അപ്പോൾ ഇത് എത്ര 20ആണ്. അപ്പോൾ ഇവിടെ 10 ഉണ്ട്, പിന്നെ ഇവിടുത്തെ എന്തുണ്ട് 100 ഉണ്ട്, ഇവിടുത്തെ 20 ഉണ്ട്. അപ്പം 100 + 20 + 10 130. ഇങ്ങനെയാണ് y1 y2 y3 കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ഇവിടുത്തെ കേസിൽ y2 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 100 ആദ്യം നമ്മൾ പ്ലസ് ചെയ്ത് 100 പ്ലസ് പിന്നെ ഇവിടുത്തെ 20ൻ്റെ പകുതി അത് 10 വരും. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ 110 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? A1 കിട്ടി, A2 കിട്ടി, y1 കിട്ടി, y2 കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എന്താ? ക്യാപിറ്റൽ A കാണണം. ക്യാപിറ്റൽ A കാണാനുള്ള ഇക്വേഷൻ A1 + A2 ടോട്ടൽ കൂട്ടിയാൽ മതി. നമുക്ക് 2000 + 1600 ആണ് കിട്ടിയത്. 3600 എന്ന് കിട്ടി ടോട്ടൽ A. ഇനി അത് നമുക്ക് ഇവിടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. y' = A1 y1 + A2 y2 / A. A1 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? നമ്മളിവിടെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട് 2000. 2000 × 50 + 1600 × 110 / A എത്ര നമുക്ക് കിട്ടിയത്? 3600. ഇതൊരു വാല്യൂ നമുക്ക് കിട്ടും. ഇതിൻ്റെ ആൻസർ വരിക 76.67 mm². അതൊന്നും വേണമെന്നില്ല, നിങ്ങൾ ഈ വാല്യൂ എഴുതിയാൽ തന്നെ മതി, മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും കണ്ടതിന് ശേഷം അടുത്ത് നമുക്ക് കാണാനുള്ളത് എന്താണെന്ന് വെച്ചാൽ IX കാണണം. IX കാണാനുള്ള ഇക്വേഷനാണ് ഇത്. ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു തന്നെ വേണം. IG1X + A1H1 ഇതൊരു ബ്രാക്കറ്റിലിടുക. അടുത്തത് IG1X അല്ല IG2 ആണ് ഇതുണ്ട് കേട്ടോ. 2X + A2H2 സംഭവം ഒന്നുമില്ല. ഇത് IG1X + A1H2 നമുക്കിവിടെ രണ്ട് ഷേപ്പുള്ളൂ. ഇതുണ്ട് ഇതുണ്ട്. 3 ഉണ്ടെങ്കിലോ IG1X + A1H1 ഇത് ഇതിൻ്റെ ശേഷം പ്ലസ് ഇട്ട് കണ്ട് IG3 എന്ന് എഴുതേണ്ടി വരും. 2 ഉള്ളതുകൊണ്ടാണ് 2 എഴുതിയത്. ഇതിൽ ഇപ്പോൾ ഈ IG1X എന്ന് പറഞ്ഞാൽ എന്താ? അത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് കുറച്ച് ഇക്വേഷൻസ്. നമുക്കിപ്പോൾ ഇവിടെ IGX എന്നാണ് പറഞ്ഞത്. റെക്റ്റാങ്കുലർ ഷേപ്പാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിൽ കാണേണ്ടത്. അപ്പോൾ അത് IXൽ ഈ IGX1 അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷൻ നമ്മുടെ അപ്ലൈ ചെയ്യേണ്ടി. ബ്രെഡ്ത്ത് × ഡെപ്തിൻ്റെ ക്യൂബ് / 12. ഇത് മാത്രമേ കോംപ്ലിക്കേറ്റഡ് ഉള്ളൂ. അപ്പോൾ ഈ ഒറ്റ കാര്യം പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ളതൊക്കെ എഴുതാം. A1H1 പ്ലസ് ടു AG2X പ്ലസ് A2H2 ഈ IG1X എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണെന്ന്? ബ്രെഡ്ത്ത് × ഡെപ്തിൻ്റെ ക്യൂബ് / 12 ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? പ്ലസ് ഇടുക. പിന്നെ ഈ A1 നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ 2000. ആ A1 ഇവിടെ അപ്ലൈ ചെയ്യുക 2000 ഇൻറ്റു. ഇനി അതുപോലെ H1 കണ്ടുപിടിച്ചണം. അതിന് മുമ്പ് ഈ ബ്രെഡ്ത്ത് അഥവാ ഫസ്റ്റത്തിൻ്റെ A1ൻ്റെ ബ്രെഡ്ത്ത് നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്? ബ്രെഡ്ത്ത് നമുക്ക് 20 അല്ലേ തന്നിട്ടുണ്ട്. അപ്പം ഞാനിതാ 20 × 100ൻ്റെ ക്യൂബ് / 12 പ്ലസ് ടു പിന്നെ A1 നമുക്കിവിടെ കിട്ടിയിട്ട് 2000 ആണ്. അത് ഞാൻ 2000 ഇവിടെ ചെയ്ത് ഇൻറ്റു. ഇനി H1 കാണാണ്ട്. H1 കാണാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്. H1 കാണാനുള്ള ഇക്വേഷനാണ് y' - y1. നമുക്കിവിടെ y' ടോട്ടൽ എത്ര കിട്ടിയത്? 76.67. അത് ഞാൻ ഇവിടെ ചെയ്ത് 76.67 മൈനസ് y1 എത്ര കിട്ടിയത്? 50. 50 മൈനസ് ചെയ്യുക. അപ്പം കിട്ടേണ്ടതാണ് എന്ത്? H1 ഏകദേശം വരേണ്ടത് എത്രയൊക്കെ 26.67 എന്നേക്കാരം വരിക. ഇനി ഇതേ സംഭവം ഇവിടെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. H1ൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും y' നിന്ന് y1 ആണ് കുറക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിലോ ഈ y1 അതേപോലെ ഇവിടെ y2 ആവും. y2 എന്നിട്ട് ഫസ്റ്റ് ചെയ്തിട്ട് y2ന് നമ്മൾ y' എന്ത് ചെയ്യും? കുറക്കും. ഇവിടെ നമുക്ക് y2 കിട്ടിയിട്ടുള്ളത് 110 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 110 മൈനസ് y' എന്ന് പറഞ്ഞാൽ 76.67 ആണ്. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 33.33 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് H3 ഇല്ല. കാരണം എന്താ? നമുക്ക് ഇവിടെ ആകെ 2 ഷേപ്പേ ഉള്ളൂ. പക്ഷേ നമുക്ക് എല്ലിലുണ്ടാകുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെയൊക്കെ വരിക y3 മൈനസ് y'. ഇപ്പോൾ H4 ഉണ്ടെങ്കിലോ y4 മൈനസ് y'. H5 ഉണ്ടെങ്കിൽ y5 മൈനസ് y'. ഇങ്ങനെയൊക്കെ വരിക.
അപ്പോൾ ഇവിടെ നമുക്ക് H1 എന്ന് പറഞ്ഞിട്ട് എത്ര കിട്ടിയിട്ടുണ്ട്? 26.67 എന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ 26.61 എഴുതി, എന്നിട്ട് ആ ബ്രാക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്ത്. രണ്ടാമത്തെ ഇതാ ഇവിടുന്ന് എഴുതണ്ടേ IG2x എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ വരിക? IG2 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് തന്നെയാണ് വരേണ്ടത്. ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ഡിവൈഡ് ബൈ 12 ക്യൂബ് 2 പ്ലസ് A2 പിന്നെ H2ൻ്റെ സ്ക്വയർ. സോറി, ഇതിൻ്റെ സ്ക്വയർ ഉണ്ട് കേട്ടോ. H1 സ്ക്വയർ ഉണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ ഇടാൻ മറന്നതാണ്. പിന്നെ പ്ലസ് 2 ഇതെന്താവും? ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്, രണ്ടാമത്തേൻ്റെ ബ്രെഡ്ത്ത് 80ഉം ഡെപ്ത് 20ഉം. അപ്പോൾ 80 ഇൻറ്റു 20, 20ൻ്റെ ക്യൂബ് ഉണ്ട്, അത് ഇട്ടു ഡിവൈഡ് ബൈ 12 പ്ലസ് 2. ഇവിടെ നമുക്ക് A1 2000 ആയിരുന്നു. നമുക്ക് ഇവിടെ ഇതെന്ത് എന്താ? A2 ആണ്. A2 ഇവിടെ എത്ര തന്നിട്ടുള്ളത്? 1600 ഇൻറ്റു നമുക്ക് അടുത്ത എന്താ? H2 നമുക്ക് ഇവിടെ 33.33 കിട്ടിയാണ്. അപ്പോൾ 33.33ൻ്റെ സ്ക്വയർ. എന്നിട്ട് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് രണ്ടും എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടൽ IXൻ്റെ ടോട്ടൽ വാല്യൂ എത്രയെന്ന് വെച്ചാൽ 4.92 ഇൻറ്റു 10⁶ എന്നേക്കാരം വരിക. അത് നമുക്ക് എങ്ങനെ ഇതാ ഈ 10⁶ എന്ന് വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 4.92 ഇൻറ്റു 10⁶ ആണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എഴുതൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 4 ആദ്യം എഴുതുക, 9 എഴുതുക, 2 എഴുതുക, പോയിൻ്റ് ആദ്യം ഇടണ്ട. എന്നിട്ട് എത്ര പൂജ്യം ഇടുക? 6 പൂജ്യം. 1 2 3 4 5 6. ഇതാണ് ഇതിൻ്റെ ആൻസർ. വൃത്തിക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടേണ്ടത് 4.92 ഇൻറ്റു 10⁻6 ആണെന്നുണ്ടെങ്കിലോ ആദ്യം 6 പൂജ്യം ഇടുക, 4 5 6, എന്നിട്ട് എന്ത് ചെയ്യുക? 4 9 2, എന്നിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഇതേകാരം ആൻസർ. ഇതിൻ്റെ ഇവിടെ മൈനസ് ഇല്ലാത്തതുകൊണ്ട് ഈ 4 9 2 കഴിഞ്ഞതിൻ്റെ ശേഷം 6 പൂജ്യം, ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ഇതിന് മുമ്പ് 6 പൂജ്യം, ഇത്ര വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വേണ്ട, നമുക്കിതാണ് ആൻസർ കിട്ടിയത്. IX ഇവിടെ കിട്ടി. ഇതേപോലെ എന്ത് കാണണം? IY കാണണം. IY കാണാനുള്ള ഇക്വേഷന് ഇപ്പോൾ നമ്മൾ IX കാണാനുള്ള ഇക്വേഷൻ എന്താ എഴുതിയത്? IG1x പിന്നെ A1 H1ൻ്റെ സ്ക്വയർ, രണ്ട് ഷേപ്പ് ഉള്ളതുകൊണ്ട് IG2x പ്ലസ് A2 H2ൻ്റെ സ്ക്വയർ, ഇങ്ങനെയല്ലേ എഴുതിയത്. ഇതേമാതിരി നമ്മൾ IY ഈക്വൽ ടു ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ IYയിൽ ഒന്നുമില്ല, IG1 ഈ X എന്നുള്ളത് ഇവിടെ Y ആയതുകൊണ്ട് Y എന്നെടുത്തു, പ്ലസ് A1 ഇതില്ലേ, ഇത് നമ്മളിവിടെ യൂസ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോബ്ലം തുടങ്ങിയ സമയത്ത് ഇതാ Xൽ ഇത് 0 ആക്കി കൊടുത്തിട്ടുണ്ട്, അഥവാ പാരലൽ ആക്സിസ് തിയറം നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പാരലൽ ആക്സിസ് തിയറം എന്താണെന്ന് ജസ്റ്റ് അറിയണവർക്ക് ഇത് സംഭവം എളുപ്പമായിരിക്കും. അത് ഞാൻ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ X 0 ആക്കി എടുത്തതുകൊണ്ട്, അഥവാ പാരലൽ ആക്സിസ് തിയറം നമുക്ക് X ആക്സിസിൽ ചെയ്യണം. അതുകൊണ്ടാണ് A1ഉം H1ഉം ഇവിടെ യൂസ് ചെയ്തത്. ഇവിടെ നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്തത് ഇത് വേണ്ടാതെ ഇത് മാത്രം ഇതാ, പ്ലസ് IG2 Xന് പകരം Y കൊടുത്തു. ഇത് ഏതാണോ വേണ്ട, അപ്പോൾ ഇതുള്ളൂ IYൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയിൽ IX വന്നാൽ ഈ ഇക്വേഷൻ ആണെങ്കിൽ Yൻ്റെ കേസിൽ ഡെപ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ക്യൂബ് ഡിവൈഡ് ബൈ 12 എന്നേക്കാരം വരിക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഡെപ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ക്യൂബ് ഡിവൈഡ് ബൈ 12 പ്ലസ് ഡെപ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ക്യൂബ് ഡിവൈഡ് ബൈ 12. അങ്ങനെ ആകുമ്പോൾ രണ്ടാമത്തെ അഥവാ ഈ രണ്ടാമത്തെ ഫിഗറിൽ ഡെപ്ത് എന്ന് പറയുന്നത് എത്ര? 20. അപ്പോൾ ഇവിടെ 20 ഇൻറ്റു ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ 80ൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ 12 പ്ലസ് 2. സോറി, ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ എഴുതണം കേട്ടോ. Y ആക്സിസിൽ ഞാൻ മറന്നു പോയതാണ്. ഇത് ഏതിൻ്റെ അറിയോ? ഇത് ഇതിൻ്റെ ആണ്. ഇനി ഇതിൻ്റെ ഇങ്ങോട്ട് എഴുതാം, ഒന്നും വേണ്ട, ഇതന്നെ എഴുതിക്കോ. ഡെപ്ത് ബ്രെഡ്ത്തിൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ 12 പ്ലസ് ഡെപ്ത് ബ്രെഡ്ത്തിൻ്റെ ക്യൂബ് ബൈ 12. ഇതിൽ ഫസ്റ്റ് നമ്മളിപ്പോൾ IXലാണ്, IXൽ A1ഉം കണ്ടു, A2ൻ്റെയും ഷേപ്പ് മൊത്തം കണ്ടു. ഇനി IYയിൽ A1ൻ്റെയും A2ൻ്റെയും കാണണം. അപ്പോൾ ഇത് ഇവിടെ ഫസ്റ്റ് ഇതിൻ്റെ A1ൻ്റെയും ഇത് A2ൻ്റെയും ആണ് ഇതാ. അപ്പോൾ ഡെപ്തിൻ്റെ ബ്രെഡ്ത്ത് പറയുമ്പോൾ ഡെപ്ത് ഇവിടെ 100 ആണ്, ഇൻറ്റു ബ്രെഡ്ത്ത് പറയുന്നത് 20 ആണ്, അതിൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ
12 പ്ലസ് ഇനി അടുത്തത് ഈ സെക്ഷൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 20 അപ്പോൾ 20 × 80³ ഡിവൈഡ് ബൈ 12. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? IY കിട്ടും. IYൻ്റെ ആൻസർ വരുന്നത് 9.2 × 10⁵ ആണ് വരുന്നത്. ഇത് നമ്മൾ വൃത്തിക്ക് എഴുതുമ്പോൾ 9, 2 പിന്നെ 5 0 ഇട്ട് കൊടുക്കുക. 1, 2, 3, 4, 5 ഇതാണ് ആൻസർ വരിക. സാധാരണ മൊമെൻറ്റം ഓഫ് ഇനേർഷ്യ കാണാൻ ചോദിച്ചാൽ ഈ IXും IYയും മാത്രം കണ്ടാൽ മതി. ഇപ്പം നമ്മളിവിടെ IXും IYയും കണ്ടിട്ടുണ്ട്. നമുക്ക് IX കിട്ടിയത് എത്രയാണ്? IX നമുക്ക് കിട്ടിയത് ഈ വാല്യൂ ആണ്. IY കിട്ടിയതോ ഈ വാല്യൂ. ഇതോടുകൂടി മൊമെൻറ്റം ഓഫ് ഇനേർഷ്യ കാണാൻ ചോദിച്ചാൽ ഈ പ്രോബ്ലത്തിൻ്റെ 7 മാർക്കായി. ഇവിടെ ക്വസ്റ്റ്യനിൽ വേറെ കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ആൾസോ ഫൈൻഡ് ഔട്ട് ദ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും കാണണം, റേഡിയസ് ഓഫ് ഗൈറേഷനും കാണണം. അപ്പോൾ അതെങ്ങനെ കാണാമെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. പോളാർ മൊമെൻറ്റം ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷനാണ് J. പോളാർ മൊമെൻറ്റം ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ J ആണ്. നമ്മൾ കണ്ട IX പ്ലസ് IYയും കൂടി എന്ത് ചെയ്യുക? കൂട്ടിയാൽ മതി. നമുക്ക് IX കിട്ടിയത് എത്രയായിരുന്നു? 49, 2 പിന്നെ 6 0 പ്ലസ് ഇട്ടു. പിന്നെ നമുക്ക് IY കിട്ടിയത് എത്രയായിരുന്നു? 92, 5 0 92, 5 0 ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടി? പോളാർ മൊമെൻറ്റം ഓഫ് ഇനേർഷ്യ കിട്ടി. വെറുതെ കളയണ്ട, സിമ്പിൾ മെത്തേഡാണ്, അധികം മാർക്കൊന്നുമില്ല. 5.84 × 10⁶ എന്നാണ് വരിക. അതേപോലെ 584 അപ്പോൾ പോയിൻ്റ് വേണ്ട കേട്ടോ, സോറി, 584 പിന്നെ 6 0 ഈക്വൽ ടു എന്ന് കൊടുത്ത് J കിട്ടിയില്ലേ. അടുത്ത എന്താ? പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടു. അടുത്ത് കണ്ടത് എന്താ? റേഡിയസ് ഓഫ് ദ ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാനുള്ള ഇക്വേഷന് ഇക്വേഷനാണ് KX അല്ലെങ്കിൽ KY എന്ന് പറയും. X കാണണം, Y കാണണം റേഡിയേഷൻ ഓഫ് ഗൈറേഷന്. അതിൽ നമുക്ക് റൂട്ട് ഓഫ് IX നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് IX, ഇതാണ് IX ഡിവൈഡ് ബൈ A. നമ്മൾ A കണ്ടിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ A കണ്ടില്ലേ? A1 + A2. ആ A ആണ് ഇവിടെ പറയുന്നത് 3600. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ വാല്യൂ വരും. റൂട്ട് ഓഫ് IX എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ 49, 2 പിന്നെ 6 0 ഡിവൈഡഡ് ബൈ A എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര കിട്ടിയത്? 3600. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് 3600 എന്നെഴുതി. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 36.97 മില്ലിമീറ്റർ. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ ഇവിടെ KYൻ്റെ ആകുമ്പോൾ എന്താവും? ഈ IX എന്നുള്ളത് IY ആവും ഡിവൈഡ് ബൈ A എന്നാവും. IY നമുക്ക് എത്ര കിട്ടിയത്? 92, 5 0 റൂട്ടുണ്ട് ഡിവൈഡ് ബൈ 3600. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടൽ 15.99 mm. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പോളാർ മൊമെൻറ്റം ഓഫ് ഇനേർഷ്യയും ഗൈറേഷനും കാണാൻ ചോദിച്ചാൽ മാത്രം ഈ സ്റ്റെപ്പ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇത് 2 പാർട്ടാക്കി എടുത്തു. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ X = 0 കൊടുത്ത്, X ഡാഷ് എന്ന് പറയുന്നത് 0 ആക്കി കൊടുത്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ Y ഡാഷിൻ്റെ ഇക്വേഷൻ എഴുതി. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ Y ഡാഷ്, അതേപോലെ A1 പിന്നെ Y1 കാണാനുള്ള ഈ ഇക്വേഷൻ. അത് Y1 കാണാൻ നിങ്ങൾ നോക്കേണ്ട, ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയാണ് ഞാൻ പറഞ്ഞുതരാം. Y ഡാഷിൻ്റെ A1 Y1 + A2 Y2 ഡിവൈഡ് ബൈ A. പിന്നെ ഇതിൽ A1 Y1 അങ്ങനെ ഓരോന്ന് കാണാം. A1 എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത്. അത് നമ്മൾ ഈ ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് ചെയ്യുക. Y1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ പകുതി ആദ്യം എടുക്കുക. പിന്നെ Y2 ആകുമ്പോഴോ ഇത് മൊത്തം കൂട്ടിയിട്ട് രണ്ടാമത്തെ പകുതി എടുക്കുക. മൂന്നാമത്തെ ആകുമ്പോൾ ഇതും കൂട്ടുക മൂന്നാമത്തെ പകുതി എടുക്കുക. അങ്ങനെ കാര്യം വരാം. അങ്ങനെ അതുവരെ കണ്ടിട്ട് നമ്മൾ Y കാണും. ഇതൊക്കെ ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഏകദേശം വാല്യൂ കിട്ടും. Y ഡാഷ് എന്ന് പറഞ്ഞാൽ 76.67 കിട്ടി. പിന്നെ അടുത്ത സ്റ്റെപ്പ് IX കാണാം. IX കാണാൻ IG1X പ്ലസ് ഇവിടെ A1 H1 വരുന്നത് എന്തുകൊണ്ടാണ്? പാരലൽ ആക്സിസ് തിയറി നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഇക്വേഷൻ എഴുതുക. നമുക്ക് ടോട്ടൽ എത്ര ഏരിയ ഉണ്ട് ഇവിടെ? 2 ഉണ്ട്. 2 ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, 2 ഉണ്ട്. 2 ഉള്ളതുകൊണ്ടാണ് AG1X പ്ലസ് A1 H1 പ്ലസ് AG2 നമുക്ക് വന്നത്. ഇനിയിപ്പോൾ 3 ഉണ്ടെങ്കിലോ? 3 ഉണ്ടെങ്കിൽ ഇത് 3 വരും. AG1 എന്നുള്ളത് 1, ഇവിടെ 2 വരും, അടുത്ത് 3 എന്നും വരും. അങ്ങനെ ഈ AG1ൻ്റെ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ പഠിക്കുക തന്നെ വേണം കാണാതെ. റെക്റ്റാങ്കുലറിൻ്റെ IX വരുമ്പോൾ ഈ IGX1 എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. വൈയിലാവുമ്പോൾ ബ്രെഡ്ത്ത് ക്യൂബ് ഡിവൈഡ് ബൈ 12 എന്നുള്ളത് യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? IX കാണാം. IX കാണുമ്പോൾ ഒരു വാല്യൂ കിട്ടിയില്ലേ. പിന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ
IY കാണണം. നമ്മളിവിടെ പിന്നെ അടുത്തത് IYയിൽ എന്തില്ല, ഈ എക്സിൻ്റെ A1 H1 എന്നുള്ളതില്ല. കാരണം നമ്മൾ എക്സ് 0 ആക്കി എടുത്തു. അതുകൊണ്ടാണ് അവിടെ പാരലൽ ആക്സിസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്തത്. ഇവിടെ നമുക്ക് പാരലൽ ആക്സിസ് തിയറം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഇതും ഡയറക്റ്റ് മാത്രം എഴുതിയാൽ മതി. അത് രണ്ടും എഴുതി എന്നിട്ട് ഇതിൻ്റെ ആൻസർ കാണാം. ആൻസർ കണ്ടാൽ എന്തായി, മൊമെൻറ്റം ഓഫ് ഇനർഷ്യ ആയി സെക്ഷൻ്റെ. പിന്നെ പോളാർ മൊമെൻറ്റും അതേപോലെ ഗൈറേഷനും ചോദിച്ചാൽ മാത്രം ഈ സ്റ്റെപ്പ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് എഴുതണ്ട. ഓക്കെ അല്ലേ?